സത്യമാണ് ശ്രേ, എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയോ? അതെങ്ങനെ? ആ അതെ, എന്റെ മരുമോൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല മോളെ. ഒന്നും രണ്ടുമല്ല, 3 തവണ അവർ ഇന്റർവ്യൂ നടത്തിയത്. എല്ലാം കഴിഞ്ഞിട്ട് ആ കമ്പനിയുടെ മുതലാളി അരവിന്ദന്റെ തോളി തട്ടിട്ട് ചോദിച്ചു, ഇത്രയും നാൾ എവിടെ ആയിരുന്നു കുട്ടാന്ന്. അരവിന്ദേട്ടൻ വന്ന് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാവരും അത് സർപ്രൈസ് ആയിട്ട് ശ്രേയോട് പറഞ്ഞാൽ മതിയെന്ന് തീരുമാനിച്ചു. ഞാനും അതിനൊപ്പം ചേർന്നതാ. പക്ഷെ മധുരം കൊണ്ടുവന്നത് അനവസരത്തിലായിപ്പോയി. സോറി ശ്രേയ. ആ സമയത്ത് പായസം എടുത്തോണ്ട് വരാൻ നിന്നോട് ആരാ പറഞ്ഞേ? അതുകൊണ്ടല്ലേ എന്റെ മോള് തട്ടിക്കളഞ്ഞത്? അത് സാരമില്ല, പായസം ഞാൻ വേറെ ഉണ്ടാക്കിക്കോളാം. ജോലി കിട്ടിയെന്ന് പറയുന്നത് സത്യമാണോ അരവിന്ദേ? മേഡമാണ് സത്യം, എനിക്ക് ജോലി കിട്ടി. ഇത് ഞാൻ മേഡത്തിന് വേണ്ടി വാങ്ങിയ സമ്മാനമാണ്. ഇതാ മേഡം. എന്തിനാ അരവിന്ദ് സാരിയും പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നേ? അതെടുത്ത് ശ്രേയമോളെ അങ്ങ് ചൂടിച്ചു കൊടുക്ക്. അതല്ലേ അതിന്റെ ഒരു ഭംഗി. മടിക്കാതെ അമ്മ പറയുന്ന പോലെ അങ്ങ് ചെയ്യ അരവിന്ദേട്ടാ. കാര്യം ഒന്ന് പിടിച്ചേ, കൊടുക്കാൻ കൊണ്ട്. ഈ സാരി ശ്രേയക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഭാര്യയ്ക്ക് പട്ടുസാരിയും കൊണ്ട് വീട്ടിലേക്ക് കയറുന്നുള്ള പിടിവാശിയിലായിരുന്നു അരവിന്ദ് മോൻ. എന്തായാലും നിങ്ങളെല്ലാരും ചേർന്ന് കാണിച്ചതേ വല്ലാത്തൊരു പണിയായിപ്പോയി. ഇതൊക്കെയല്ലേ ശ്രേയമാണ് അതിന്റെ ഒരു ത്രില്ല്. നല്ല ത്രില്ല് തന്നെ അത്. അരവിന്ദേ, ഒന്നിങ്ങോട്ട് വന്നേ. ആ ചെല്ലളിയാ, വാങ്ങിച്ചോ. വാ. ആ ചെല്ലടാ. മേഡം, ഡേ, ഇടിച്ചോണ്ട് നിക്കാതെ ഈ തറയൊന്ന് വൃത്തിയാക്കിട്ട് വേറെ പായസം ഉണ്ടായിക്കൊണ്ട് വാ. വാ അഞ്ജനെ, നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. അതെടുക്ക്. അത് എന്തായാലും നമ്മുടെ സർപ്രൈസ് കലക്കി അല്ലേ അപ്പച്ചി? സത്യം. മേഡത്തിന് വല്ല സംശയം തോന്നി കാണൂ. എന്ത് പറ്റി മേഡം? തൽക്കാലം ഒന്നും തുറന്നു ചോദിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. മേഡം, എന്നാലും എല്ലാരും ചേർന്ന് ചെയ്തത് വല്ലാത്ത പണിയായിപ്പോയി. ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? എന്തിനാ അരവിന്ദൻ ഇങ്ങനെ പേടിപ്പിച്ചത്? അയ്യോ സോറി മേഡം, മേഡത്തെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഒരു സർപ്രൈസ്, അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ എത്ര വട്ടം അരവിന്ദനെ വിളിച്ചു എന്നറിയോ? അപ്പോഴൊന്നും ഫോൺ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി. സ്വാഭാവികമായിട്ടും എനിക്ക് പേടി തോന്നില്ലേ? ഞാൻ കരുതി അരവിന്ദന് ജോലി കിട്ടിക്കാണില്ലെന്ന്. അതിന്റെ വിഷമത്തില് അരവിന്ദ് വല്ല കടുങ്കയും ചെയ്ത് കാണുമെന്ന് ഞാൻ ഭയന്നു. സത്യം, ജോലി കിട്ടിക്കാണില്ലെന്നാ ഞാൻ കരുതിയത്. എന്തായാലും ജോലി കിട്ടിയല്ലോ, അത് മതി. സത്യമായിട്ടും എനിക്ക് ജോലി കിട്ടി മേഡം, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. മേഡം എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാലും അരവിന്ദന ജോലി നേടിയെടുത്തല്ലോ, അത് മതി. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? അത് പറ. അത് പിന്നെ 3 സ്റ്റേജായിട്ടായിരുന്നു ഇന്റർവ്യൂ. ആദ്യത്തെ 2 സ്റ്റേജിലും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. 3ാമത്തെ സ്റ്റേജിൽ MD നേരിട്ടെത്തി. എന്റെ പെർഫോമൻസിൽ പുള്ളി ഹാപ്പി ആയിരുന്നു. ഒരു ട്രെയിനിങ് പോലും ഇല്ലാതെ പ്രബോഷൻ പീരീഡ് അവോയ്ഡ് ആക്കിയാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത്. ഓണം കഴിഞ്ഞാൽ ഉടനെ ജോയിൻ ചെയ്യണം.
നിങ്ങൾ തന്ന സർപ്രൈസിന്റെ ടെൻഷനിലേ എനിക്ക് അരവിന്ദനെ ഒന്ന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിവേ കൺഗ്രാറ്റുലേഷൻസ് അരവിന്ദ്. താങ്ക് യു മാഡം. അവിടെയുണ്ട് അതുകൂടെ. അഞ്ജനയൊന്ന് പിടിച്ച് ഞാൻ തുടച്ചെടുക്കാവേ. ആ ഗോവിന്ദ, ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് വന്നതാണ്. 1 മണിക്കൂർ ഞാനങ്ങ് തിരിച്ചു വന്നേക്കാം. ആ അതൊക്കെ നീ നോക്കിയാ മതി. ശരി ശരി, ഞാൻ വിളിക്കാം. ആ മോനെ, അരവിന്ദിന്റെ വിശേഷം അറിഞ്ഞായിരുന്നോ? ജോലിയുടെ കാര്യമല്ലേ, ചാരു വിളിച്ച് പറഞ്ഞായിരുന്നു. ആ എന്നോടും ചാരുമോൾ തന്നെ പറഞ്ഞത്. അതറിഞ്ഞ് ഞാൻ തോട്ടത്തിൽ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് വരികയായിരുന്നു. വാ, നമുക്ക് അവനൊന്നും കാണാം. ആ താനിവിടെ ഉണ്ടായിരുന്നു. ഞാനും അരവിന്ദ് ഒരുമിച്ചല്ലേ വന്നേ? അകത്തോട്ടില്ലേ? ആകാശ ചെല്ലടാ. ചാരുമാറ്, ഞാൻ തുടച്ചു തരാം. അയ്യോ വേണ്ട ആന്റി, ഞാൻ ചെയ്തോളാം. അല്ല, ഇതെന്ത് പറ്റി മോളെ? ആ ഇത് പറയാതിരിക്കുന്ന നല്ലത്. പാളിപ്പോയി ഒരു സർപ്രൈസ് എന്ന് വിളിക്കാം ഇതിനെ. എല്ലാവരും ചേർന്നേ അരവിന്ദേട്ടന് ഒരു ജോലി കിട്ടിയതിന്റെ പേരിൽ ശ്രേയ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കിയതാ. മിക്കവാറും ചാരു ഇപ്പൊ ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് ചിലപ്പോ പ്രശ്നമാവുമെന്ന്. എന്താ ഉണ്ടായതെന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ. അയ്യോ ബാലമ്മേ, ടെൻഷൻ ആവാതിരിക്കേ. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അരവിന്ദേട്ടന് ജോലി കിട്ടിയ കാര്യം പറയാതെ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ശ്രേയ ചേച്ചിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ എന്തോ വലിയ പ്രശ്നമുള്ളതായിട്ട് അഭിനയിച്ചു. അതൊരു ഉഗ്രം കോമഡി അമ്മാവാ. ശ്രേയ വിചാരിച്ചു അരവിന്ദന് ജോലി കിട്ടിയിട്ടില്ല. ആ ദുഃഖത്തിൽ അവരെന്തോ ചെയ്തു എന്ന് ശ്രേയ പേടിച്ച് നിന്നപ്പോഴുണ്ട് ചാരു പായസം കൊണ്ടുവരുന്നു.